എനിക്ക് ഇന്ന നായിക മതി, എനിക്ക് ഇന്ന ക്യാമറ മതി, ഇന്ന സ്ക്രിപ്റ്റ് മതി, ഇന്ന ആളുടെ കഥ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും തിയേറ്റർ മാർക്കറ്റുണ്ട്. ഇതിനെല്ലാം നിർമ്മാതാക്കളും സംവിധായകരും ഓക്കേ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ പ്രമുഖരാകുന്നത്? ആർക്കൊക്കെ ഇതിൽ കൈയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. തിയേറ്ററുകാർക്കുണ്ട്, ചാനൽ OTT പ്ലാറ്റ്ഫോമിനുണ്ട്, പിന്നെ പ്രൊഡ്യൂസേഴ്സിനുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. എല്ലാവരും കൂടിയാണ് അവരെ പ്രമുഖരാക്കുന്നത്. അയ്യോ അങ്ങേരില്ലാതെ പറ്റില്ല. അപ്പം അങ്ങനെ ഒട്ടുമിക്ക നടന്മാർക്കും അങ്ങനെ സജഷൻസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നടിക്ക് എനിക്ക് ഇന്ന നായകൻ വേണം എന്ന് പറയാനുള്ളൊരു പവർ ഇവിടെ ഇല്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇതിൽ സ്ത്രീകൾ പ്രമുഖരാകുന്നത് എന്ന് ചോദിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ചില നടിമാർ പറയും എനിക്ക് ഇന്ന മേക്കപ്പ് മാൻ മതി, അല്ലെങ്കിൽ ഇന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അത് മെയിൽ ഓർ ഫീമെയിൽ, അല്ലെങ്കിൽ ഇന്ന ഹെയർ ഡ്രസ്സർ മതി. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് ഇഷ്ടമുള്ള ഒരു ഹെയർ ഡ്രസ്സറെയോ ഒരു മേക്കപ്പ് മാനെയോ അവർക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രമുഖരാണ്. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന കോസ്റ്റ്യൂമർ മതി, അവരാണ് എനിക്ക് കറക്റ്റായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തരുന്നത്. ഈ ഇന്ന ഹെയർ ഡ്രസ്സർ അവർ മനോഹരമായിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഇവരെല്ലാവരും. അപ്പോൾ